വീടിനുള്ളിൽ പച്ചപ്പ് നിറയ്ക്കാൻ ഇൻഡോർ പ്ലാന്റ്സുകൾ ഏറെ സഹായിക്കും. അത് നമ്മുടെ മനസ്സിന് ധാരാളം പോസിറ്റീവ് എനർജി നൽകുകയും ചെയ്യും. ചില ഇൻഡോർ പ്ലാന്റ്സുകൾ നമ്മുടെ വായുവിനെ പോലും ശുദ്ധീകരിക്കുന്നുണ്ട്. എന്നാൽ ഇവ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ഈ ചാനലിലെ വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ചെടികളിൽ ഇൻഡോർ പ്ലാന്റ്സിന് ഇന്ന് വളരെയധികം പ്രാധാന്യം നാം നൽകുന്നുണ്ട്. ഓരോ മുറിയുടെയും വലിപ്പത്തിനനുസരിച്ചും അതുപോലെ തന്നെ അകത്തള ചെടികളുടെ ഇലകളിലെ പച്ച നിറത്തിൻ്റെ അളവിനനുസരിച്ചും ചെടികളുടെ വലിപ്പം അനുസരിച്ചും വേണം നാം ഇൻഡോർ പ്ലാന്റ്സ് തിരഞ്ഞെടുക്കേണ്ടത്. പീസ് ലില്ലി, സ്പൈഡർ പ്ലാന്റ്, സ്നേക്ക് പ്ലാന്റ്, സിസി പ്ലാന്റ്, ബോസ്റ്റൺ ഫേൺ എന്നിവ വിസ്താരം കുറഞ്ഞ മുറിക്ക് അനുയോജ്യമാണ്. എന്നാൽ കുറച്ച് വിസ്താരമുള്ള മുറിക്കാണ് ഫിലോഡെൻഡ്രോൺ, ഫിഡലി ഫിംഗർ, ടേബിൾ പാം, എംഗൾ പാം, അരക്ക പാം എന്നിവയാണ് കൂടുതൽ അനുയോജ്യം. ഒരു മുറിയുടെ വെളിച്ചമുള്ള ഭാഗത്ത് ഇൻഡോർ പ്ലാന്റ്സ് വെക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അതുപോലെ ആഴ്ചയിലൊരിക്കൽ ബാൽക്കണിയിലോ മിതമായ രീതിയിൽ സൂര്യപ്രകാശം ലഭിക്കുന്നിടത്തോ ഇറക്കി വെച്ച് സൂര്യപ്രകാശം കൊള്ളിക്കുന്നത് ചെടികൾ ആരോഗ്യത്തോടെ വളരാനും രോഗങ്ങൾ കുറയ്ക്കാനും സഹായിക്കും. മിതമായ രീതിയിൽ മാത്രം ഇൻഡോർ പ്ലാന്റ്സിന് വെള്ളമൊഴിക്കാം. ചെടിച്ചട്ടിയുടെ ചുവട്ടിലെ മണ്ണ് വളരെ ഡാർക്ക് കളറിലാണെങ്കിൽ അതിൽ ആവശ്യത്തിന് വെള്ളമുണ്ടെന്നാണ്. അതല്ലെങ്കിൽ നമുക്കൊരു വിരലെടുത്ത് അതിലേക്ക് ചെറുതായി കുത്തി നോക്കുമ്പോൾ അതിൽ നമ്മുടെ വിരലിൽ ജലാംശം പറ്റുന്നുണ്ടെങ്കിൽ, ഈർപ്പമുണ്ടെങ്കിൽ ആ ചെടിക്ക് വെള്ളം ആവശ്യമില്ല എന്ന് മനസ്സിലാക്കാം. അതുപോലെ ചെടിച്ചട്ടിക്കുള്ളിലെ മണ്ണ് ഒരുപാട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ വെള്ളം നൽകാൻ പാടില്ല. കാരണം അത് ചെടിയുടെ ആരോഗ്യത്തിനെയും ബാധിക്കും. അതിന് പുതിയ ഇലകൾ വരുന്നതിനും ശക്തമായി വളരുന്നതിനും തടസ്സമായിട്ട് നിൽക്കും. ചെടിച്ചട്ടിയുടെ അരിവുകളിൽ മണ്ണ് വിട്ടു നിൽക്കുന്നത് വെള്ളം കുറയുന്നതിൻ്റെ ലക്ഷണമാണ്. അത്രയും മണ്ണ് ഉണങ്ങാനായിട്ട് നമ്മൾ വിടരുത്. അത് ചെടിയുടെ ശക്തമായ വളർച്ചയ്ക്ക് തടസ്സമായിട്ട് നിൽക്കും. വെള്ളം ഒഴിക്കുമ്പം നന്നായിട്ട് ഡീപ്പ് വാട്ടറിങ് ചെയ്യുക. ആ ചെയ്യുന്ന വെള്ളം നമ്മുടെ ചെടിയുടെ ഏറ്റവും ചുവട്ടിലുള്ള വേരുകളിൽ വരെ എത്തുന്നതിന് നല്ലതാണ്. രോഗലക്ഷണങ്ങൾ കാണുന്ന ഭാഗങ്ങൾ ഉടൻ തന്നെ മുറിച്ചു മാറ്റണം. ചെടിയുടെ ഇലകൾ വൃത്തിയായി സൂക്ഷിക്കണം. ഉണങ്ങിയ ഇലകൾ നീക്കം ചെയ്യണം. അതുപോലെ തന്നെ ആഴ്ചയിലൊരിക്കൽ ഇലയുടെ മേൽ വെള്ളം സ്പ്രേ ചെയ്തിട്ട് പൊടി തുടച്ച് മാറ്റുന്നത് ചെടി നല്ല ഭംഗിയോടെയും നല്ല തിളക്കത്തോടെയും നിൽക്കുന്നതിന് സഹായിക്കും. അതുപോലെ പൊടികൾ പറ്റിപ്പിടിച്ച് ഇലകളുടെ മുകളിൽ വരുന്ന ഒരുതരം കറുത്ത പാടുകളൊക്കെ ഉണ്ടാവുകയുമില്ല. വെളിച്ചം ചെടിയുടെ എല്ലാ ഭാഗത്തും ലഭിക്കുന്ന രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ചെടി തിരിച്ച് വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. വെള്ളത്തിൽ വെച്ച് വളർത്തുന്ന ചെടികളിലാണെങ്കിൽ വെള്ളം 10 ദിവസം അല്ലെങ്കിൽ 15 ദിവസം കൂടിയിരിക്കുമ്പോൾ മാറ്റി കൊടുക്കണം. അങ്ങനെ മാറ്റുമ്പോൾ വേര് കഴുകി പുതിയൊരു വെള്ളത്തിൽ വെക്കുക. അതുപോലെ ചീഞ്ഞത് മഞ്ഞളിച്ചതുമായിട്ടുള്ള ഇലകളും അഴുക്ക് പിടിച്ച വേരുകളും ഒക്കെ മാറ്റുക.